കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയും സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി സമിതികളുടെ അമരക്കാരനുമായിരുന്ന ജസ്റ്റിസ് സിരി ജഗൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം. 3 ആഴ്ചയോളമായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നിയമരംഗത്തെ അഗാധമായ പാണ്ഡിത്യവും സാധാരണക്കാരോട് കാണിച്ച അനുകമ്പയുമാണ് അദ്ദേഹത്തെ മറ്റ് ജഡ്ജിമാരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. കൊല്ലം ജില്ലയിലെ മയ്യനാട് സ്വദേശിയായ അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിലുടനീളം നീതി നിർവഹണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നു. 2005 ഫെബ്രുവരി 10-നാണ് അദ്ദേഹം കേരള ഹൈക്കോടതിയുടെ അഡീഷണൽ ജഡ്ജിയായി നിയമിതനാകുന്നത്. തുടർന്ന് 2006 സ്ഥിരം ജഡ്ജിയായി. 2014 ഫെബ്രുവരിയിൽ വിരമിക്കുന്നതുവരെ നീണ്ട 9 വർഷക്കാലം കേരളത്തിന്റെ നിയമ ചരിത്രത്തിൽ നിർണായകമായ പല വിധിന്യായങ്ങളും അദ്ദേഹം പുറപ്പെടുവിച്ചു. തൊഴിൽ നിയമങ്ങൾ, ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്നിവയിൽ അദ്ദേഹത്തിനുള്ള അറിവ് ശ്രദ്ധേയമായിരുന്നു. സങ്കീർണമായ കേസുകളിൽ പോലും ലളിതവും എന്നാൽ വ്യക്തവുമായ നിയമവ്യാഖ്യാനങ്ങൾ നൽകാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അഭിഭാഷകരോടും കക്ഷികളോടും അദ്ദേഹം പുലർത്തിയ മാന്യത കോടതി മുറികളിൽ എപ്പോഴും പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. വിരമിച്ച ശേഷവും വിശ്രമ ജീവിതത്തിന് മുതിരാതെ പൊതുസമൂഹത്തിനായി അദ്ദേഹം കർമ്മനിരതനായി. കേരളത്തിലെ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ 2016 സുപ്രീം കോടതിയാണ് ജസ്റ്റിസ് സിരി ജഗന്റെ നേതൃത്വത്തിൽ 3-അംഗ സമിതിയെ നിയോഗിച്ചത്. സിരി ജഗൻ കമ്മിറ്റി എന്ന പേരിൽ ഈ സമിതി പിന്നീട് ജനങ്ങൾക്കിടയിൽ ഏറെ പരിചിതമായി. തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുക എന്നതായിരുന്നു സമിതിയുടെ പ്രധാന ലക്ഷ്യം. ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാനും അവർക്ക് ആശ്വാസം എത്തിക്കാനും അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിച്ചു. സർക്കാരിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് സിരി ജഗൻ സമിതിയുടെ ഇടപെടൽ തുണയായി. സമിതിയുടെ പ്രവർത്തന ഫലമായി തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കായി കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപരിഹാരമായി ശുപാർശ ചെയ്തത്. കേവലം ഒരു ഔദ്യോഗിക സമിതി എന്നതിനപ്പുറം ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുന്ന ഒന്നായി സമിതിയെ മാറ്റാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് സാധിച്ചു. സുപ്രീം കോടതിയിൽ കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ച ഈ വിഷയം സജീവമായി നിലനിർത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ശബരിമല ഉന്നതാധികാര സമിതി ചെയർമാനായും അദ്ദേഹം ശ്രദ്ധേയമായ സേവനം കാഴ്ചവെച്ചു. തീർത്ഥാടന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പരിസ്ഥിതി സൗഹൃദപരമായ വികസന പ്രവർത്തനങ്ങൾ ശബരിമലയിൽ നടപ്പിലാക്കുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകി. പമ്പയിലെയും സന്നിധാനത്തെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാൻ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സഹായിച്ചു. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് വൈസ് ചാൻസലറായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വരും തലമുറയിലെ നിയമവിദഗ്ധരെ വാർത്തെടുക്കുന്നതിൽ അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചു. നിയമവിദ്യാഭ്യാസം കേവലം പുസ്തകങ്ങളിൽ ഒതുങ്ങാതെ പ്രായോഗിക തലത്തിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നതിന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകി. തനിക്ക് ലഭിച്ച ഓരോ ചുമതലയും അതീവ ഗൗരവത്തോടെയാണ് അദ്ദേഹം സമീപിച്ചത്. മയ്യനാട് സ്വദേശിയാണെങ്കിലും കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെയും. പൊതുജനാരോഗ്യ രംഗത്തെ വിഷയങ്ങളിലും പരിസ്ഥിതി സംരക്ഷണത്തിലും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഭരണകൂടത്തിന്റെ വീഴ്ചകളെ നിശിതമായി വിമർശിക്കാനും അദ്ദേഹം മടിച്ചില്ല. അവസാന കാലം വരെയും നിയമപരമായ കാര്യങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. 3 ആഴ്ച മുമ്പ് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സ ഫലിക്കാതെ ഇന്ന് അദ്ദേഹം വിടവാങ്ങുമ്പോൾ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു വലിയ മാർഗദർശിയാണ് നഷ്ടമാകുന്നത്. ജസ്റ്റിസ് സിരി ജഗന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ തുടങ്ങിയ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. സാധാരണക്കാരന്റെ നീതിക്കായി പോരാടിയ വലിയ മനസ്സ് ഇനി ചരിത്രത്തിന്റെ ഭാഗം. മയ്യനാട്ടെയും കൊച്ചിയിലെയും പൊതുസമൂഹം ഒരുപോലെ അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖിക്കുന്നു.